അറിവിന്റെ വെളിച്ചം പകരേണ്ട വിദ്യാലയമുറ്റം ഒരു കുരുന്നിന്റെ കണ്ണീരിനും വിയോഗത്തിനും സാക്ഷിയാകുന്നത് കേരളത്തിന് ഇനി കണ്ടു നിൽക്കാനാവില്ല. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ കേവലം ഒരു മരണമല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികളുടെ ക്രൂരമായ മുഖം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അധ്യാപകർ നൽകിയ മാനസിക പീഡനമാണ് ഈ മരണത്തിന് പിന്നിലെ ആക്ഷേപം ശക്തമാകുമ്പോൾ നീതിയുടെ വാതിലുകൾ ആർക്കു വേണ്ടിയാണ് തുറക്കപ്പെടുക എന്ന ചോദ്യം ഉയരുന്നു. അച്ചടക്കം പഠിപ്പിക്കാനെന്ന പേരിൽ കുട്ടികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ ക്രിമിനലുകളാവുകയാണ്. തേജസ് എന്ന കുരുന്നിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ വിദ്യാലയത്തിലെ പീഡനമെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അധ്യാപകരുടെ വാക്കുകൾ തറച്ചത് ആ കുഞ്ഞിന്റെ ഹൃദയത്തിലായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ മരണത്തെ പുൽകിയപ്പോൾ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. ഇതിന് ഉത്തരവാദിയായവർ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങളായും അധ്യാപകർ ഏകാധിപതികളായും മാറുമ്പോൾ ബലിയാടാവുന്നത് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളാണ്. കുട്ടികളുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള മാനസിക കൊലപാതകങ്ങൾ ക്ലാസ് മുറികളിൽ അരങ്ങേറുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. തേജസിന്റെ വിയോഗം അധികൃതരുടെ ഉറക്കം കെടുത്തണം. കുറ്റാരോപിതരായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാനുള്ള ആർജവം സർക്കാർ കാട്ടണം. മൗനം പാലിക്കുന്നത് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ മാത്രമേ സഹായിക്കൂ. നീതിക്കായി ഒരു നാട് മുഴുവൻ തെരുവിലിറങ്ങുമ്പോൾ തേജസിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ കുറ്റവാളികൾ അഴിക്കുള്ളിലാകണം. ഇത് വെറും ഒരു പ്രതിഷേധമല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. വിദ്യാലയങ്ങൾ ഭയത്തിന്റെ തുരുത്തുകളല്ല, സ്നേഹത്തിന്റെ തണലിടങ്ങളാവണം. തേജസിന്റെ മരണം നമ്മുടെ വ്യവസ്ഥിതിയോടുള്ള ഉറക്കെയുള്ള നിലവിളിയാണ്. ഇനി ഒരു തേജസ് കൂടി നമുക്കിടയിൽ ഇല്ലാതാകരുത്.